വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലി ജെപിസി റിപ്പോർട്ടിനെതിരെ പാർലമെന്റിലെ ഇരുസഭകളിലുമാണ് പ്രതിഷേധമുണ്ടാകുന്നത്. ജെപിസിയുടെ നടപടികൾക്കെതിരെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും നിർത്തിവെച്ചു. അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ് ദാസ്, ഈ ജെപിസി റിപ്പോർട്ട് സഭയിലേക്ക് എത്തുമ്പോൾ തന്നെ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ജെപിസിയുടെ നടപടികളടക്കം പ്രതിഷേധമുണ്ട്. അത് എങ്ങനെ രേഖപ്പെടുത്തി? മറ്റു വിവരങ്ങൾ. ലോക്സഭയും രാജ്യസഭയും ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവും തുടങ്ങിയിരുന്നു. രാജ്യസഭയിലാണ് ഇന്നിപ്പോൾ അല്പം മുമ്പ് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ജെപിസി റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 13 ഭേദഗതികൾ ജെപിസി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഏതാണ്ട് 40ഓളം ഭേദഗതികൾ തള്ളി ഒരൊറ്റയൊന്നു പോലും പരിഗണിക്കാതെയാണ് ഭരണപക്ഷ അംഗങ്ങളുടെ ഭേദഗതികൾ മാത്രം പരിഗണിച്ച് ബില്ലിപ്പോൾ രാജ്യസഭയിൽ വന്നത്. ലോക്സഭയിലും ഉടനെ എത്തും. ഇതിനെതിരെയാണ് അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയത്. ലോക്സഭ 2 മണി വരെയാണ് നിർത്തിവെച്ചത്. രാജ്യസഭ 11:20 വരെ നിർത്തിവെച്ചു. വലിയ പ്രതിഷേധമായിരുന്നു രാജ്യസഭയിൽ കണ്ടത്. പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ അതിരൂക്ഷമായി പ്രതികരിച്ചിരുന്നുവെങ്കിലും 11:20 വരെ സഭ നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ സഭ ആരംഭിക്കുന്ന വേളയിലും പ്രതിഷേധം തുടരും എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. ഇന്ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസമാണ്. അതിശക്തമായ പ്രതിഷേധം ഇരുസഭകളിലും ഉയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചതുമാണ്. എന്തായാലും വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനവും. ഈ സമ്മേളനവും കാലവും അവസാനിക്കുന്നത് സമാനമായ വിഷയത്തിൽ തന്നെ. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിൽ ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമാണ്. വഖഫ് ഒരു ഭേദഗതി നിർദ്ദേശം പോലും അംഗീകരിക്കാതെയാണ് ജെപിസി റിപ്പോർട്ട് അതിനനുസരിച്ച് തയ്യാറാക്കിയത് എന്ന ഒരു മേലൊപ്പ് ചാർത്തിയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ സഭയിലേക്ക് ഒന്നായി എതിർക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം നേരത്തെ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് സഭയിലും ഇരുസഭയിലും. ജെപിസി റിപ്പോർട്ട് അടക്കം വരുമ്പോൾ ഇനിയുള്ള പ്രതിഷേധങ്ങൾ ഫലം കാണുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്.